നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സീമന്തത്തിനിടെ വയറുവേദന ഉണ്ടായി ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഇയാളുടെ പരവേശവും ആദിയും വെപ്രാളവും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒറ്റയ്ക്ക് മാറിയുള്ള ഇരിപ്പും. പേടിച്ചു പോയല്ലേ? അബോഷനായി പോകുന്നുള്ള പേടിയാണോ? എനിക്കറിയാടോ ഇയാൾ ആ കുഞ്ഞിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. നമ്മുടെ പ്രണയമല്ലേ ഈ വയറ്റിലൊരു കുഞ്ഞ് ആത്മാവായി തുടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാ ഇയാൾക്ക് ഈ കുഞ്ഞിനെ ഓരോരുത്തരും എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ബോധ്യം വന്നതല്ലേ. ആ മുഖം ഒന്ന് കാണാതെ, ആ സ്വരം ഒന്ന് കേൾക്കാതെ അതുവരെ എല്ലാവരും കുട്ടികളിയായിരുന്നു തനിക്കല്ലേ. പിന്നെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ആദ്യം പരവേശമായി. അതിനോടൊപ്പം ഇയാള് കല്യാണം കഴിഞ്ഞ് ആദ്യ സമയത്ത് എല്ലാവരോടും കാണിച്ചുകൊണ്ടിരുന്ന ശത്രുതയെക്കുറിച്ചുള്ള പശ്ചാത്താപവും വിഷമവും കൂടിക്കൊഴിഞ്ഞ് കിടക്കുക മനസ്സില്, അല്ലേടോ? ഏയ് സാരമില്ലടോ, പോട്ടെ. നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. നല്ല ആരോഗ്യവതിയായി മിടുക്കിയായി പിറക്കുവോള്. എടോ, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷ ദിവസങ്ങളിൽ ഒന്നാ ഇന്ന്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇയാളുടെ വയറ്റിലുള്ളത് പെൺകുഞ്ഞാണെന്ന് സിദ്ധം പറഞ്ഞില്ലേ, അത് കേട്ടിട്ട്. എടോ, ഇയാൾക്കറിയാലോ ഇയാൾ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ചിരുന്നത് എന്റെ അമ്മയാ. ആ അമ്മയ്ക്ക് എളുപ്പമൊന്നും എന്നെ വിട്ട് പോവാൻ പറ്റില്ലടോ. ആ അമ്മയാ തന്റെ വയറ്റിലിപ്പോ ഒരു ജീവനായി തുടിക്കുന്നെന്ന് എനിക്ക് ഉറപ്പാ. ഞാനൊന്ന് പറയട്ടെ. എനിക്ക് അബോർഷൻ വേണ്ട, പ്ലീസ് ഡോക്ടർ. മോള് കുഞ്ഞിന് വേണ്ടി മരിക്കാൻ തയ്യാറായാലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാവില്ല. അത് സംഭവിച്ചു കഴിഞ്ഞു. എന്താടോ വിശ്വാസം വരുന്നില്ലേ? ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? നമ്മുടെ ആഗ്രഹം ദൈവം സാധിച്ചു തരും. ഒന്നുമില്ലെങ്കിലും അമ്മയുടെ ഓർമ്മയ്ക്കൊരു പെൺകുഞ്ഞിനെ വേണമെന്ന് എന്റെ പ്രാർത്ഥനയായിരുന്നു. നമുക്കവളെ പത്മിനി എന്ന് പേരിട്ട് വളർത്താം, പപ്പി എന്ന് വിളിക്കാം. അവൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഇയാള് ചെയ്യേണ്ടത് മനസ്സിൽ നീ സങ്കടവും വിഷമവും എല്ലാം അങ്ങ് മായ്ച്ചു കളയുക. മറ്റെല്ലാം അങ്ങ് മറന്നേക്ക്. സത്യാമ്മ പറഞ്ഞതുപോലെ മരുന്നും ആഹാരവും എല്ലാം കൃത്യസമയത്ത്. വേറെന്തെങ്കിലും പറയാനുണ്ടോ തനിക്ക്? ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മകളെ പോലെ ഞാൻ സ്നേഹിച്ച എന്റെ മരുമോളും എന്റെ മകനും എന്നെ ചതിച്ചതാണ് ആദ്യത്തെ കാര്യം. ഒന്നിനും ഒരു പരിധി വയ്ക്കാത്ത ആളാ ഞാൻ. മക്കളോടും മരുമക്കളോടും കാണിക്കുന്ന സ്നേഹത്തിനടക്കം. എന്നിട്ടും ഞാൻ അറിയാതെ ഈ വീട്ടിൽ രഹസ്യമായി ഒരു വിവാഹം നടന്നു കഴിഞ്ഞുവെങ്കിൽ സേതുമാധവൻ എന്ന ഗൃഹനാഥന്റെ പിടിപ്പുകേടാണതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരെയും കുറ്റം പറയാനോ നടന്നൊക്കെ ഇഴകീറി പരിശോധിക്കാനോ എനിക്ക് താല്പര്യമില്ല. എന്റെ മകൻ സന്ദീപും എന്റെ മരുമകൾ അർച്ചനയും എന്നോടും ഈ കുടുംബത്തോടും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഈശ്വരൻ തന്നെ തീരുമാനിക്കട്ടെ. പിന്നെ ആകെയുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ചാ
അനഘയെക്കുറിച്ച് ഓർത്ത. അവള് വിവാഹ സ്വപ്നം കാണാൻ തുടങ്ങിയതും ജീവിതം ആഗ്രഹിച്ചതും എന്റെ ഒരാളുടെ വാക്കിന്റെ പുറത്താ. മക്കളെയും മരുമക്കളെയും അന്ധമായി വിശ്വസിച്ച് ഞാൻ കൊടുത്ത വാക്കിന്റെ പുറത്ത്. നല്ലൊരു അച്ഛനല്ല ഞാനെന്ന ബോധ്യത്തെക്കാൾ എന്നെ പിടിച്ചുലയ്ക്കുന്ന മറ്റൊന്നും ഇന്നിവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ രക്തബന്ധങ്ങൾക്കപ്പുറമാണ് ചില ബന്ധങ്ങളെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് ദയാനന്ദൻ മാഷിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. എന്നാൽ അതൊക്കെ എന്റെ മാത്രം ധാരണകളായിരുന്നുവെന്നും അതെല്ലാം തിരുത്തേണ്ടി വരുമെന്നും ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഈ ഏറ്റുപറച്ചിൽ വളരെ മുമ്പേ ആയിരുന്നെങ്കിൽ ഞാൻ എല്ലാം ക്ഷമിക്കുമായിരുന്നു, മറക്കുമായിരുന്നു. പക്ഷേ ഇതെനിക്ക് മറക്കാനോ പൊറുക്കാനോ പറ്റുന്നതല്ല. അതുകൊണ്ട് എന്റെ ക്ഷമയ്ക്ക് വേണ്ടി നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല. മാനസികമായും ശാരീരികമായും എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അത്രയ്ക്കും തിരിച്ചടികളാണ് എനിക്കുണ്ടായത്. അതുകൊണ്ട് ആരോടും ഞാൻ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സച്ചി ഭാര്യയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകണമെന്നാ ഞാൻ പറഞ്ഞ എന്റെ മറ്റൊരർത്ഥം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജീവന് കൊതിയുണ്ടെങ്കിൽ സത്യം പറ, പറയാൻ. പറയില്ലല്ലേ? എന്നാ സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം. ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയ നിങ്ങളുടെ മകൻ സഞ്ജു അല്ലേ? സത്യം പറയാൻ. നേരെ ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയില്ലല്ലേ? എങ്കിൽ വഴിയുണ്ട്. ഇവരെ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. വാതിലടയ്ക്കാൻ.
നിങ്ങളുടെ പുന്നാരപുത്രി എത്തിയിട്ടുണ്ട്. ഈശ്വര, പാവം മുത്തശ്ശനും മുത്തശ്ശി. പക്ഷേ അവള് സത്യം പറയുന്നില്ല. ഞങ്ങളെ ജാക്കിച്ചാനെ നിങ്ങക്ക് ശരിക്കും അറിയാത്തോണ്ടാ. സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ രണ്ടാളെ ആ ശ്രീദേവി അങ്ങ് കൊല്ലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ചോദിച്ചതിന് കൃത്യമായി മറുപടി പറയണം. ഇല്ലെങ്കിൽ അവരെ ഇപ്പൊ ഞാൻ തീർക്കും. വേണ്ട, അവരൊന്നും ചെയ്യല്ലേ. എന്റെ അച്ഛനും അമ്മയൊന്നും ചെയ്യല്ലേ, പ്ലീസ്. ഒന്നും ചെയ്യില്ല, പക്ഷെ സത്യം പറയണം. ഇപ്പോ സ്വാതി എത്തും. അവളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ സത്യം പറയണം. ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജു ആണെന്നുള്ള സത്യം സ്വാതിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറയണം. പ്ലീസ്, അച്ഛനും അമ്മയൊന്നും ചെയ്യല്ലേ. ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ജഡം ഇവിടെ വീഴും. അയ്യോ വേണ്ട. നിങ്ങളും പുറലോകം കാണില്ല. സമയമില്ല. സ്വാതി ഇപ്പൊ എത്തും. അയ്യോ, സത്യം മാത്രം പറയുക. ഇല്ലെങ്കിൽ അറിയാലോ, ഞാൻ പറഞ്ഞത് ചെയ്യും. വേണ്ട. ദാ സ്വാതി എത്തി. അയ്യോ, സത്യം മാത്രം പറയുക. ഇല്ലെങ്കിൽ കൺമുമ്പിൽ വെച്ച് നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ജീവൻ ഞാനങ്ങ് എടുക്കും. അയ്യോ. ഭാഗ്യം, സ്വാതി എത്തിയല്ലോ. സ്വാതിയല്ലേ? അതെ. നിങ്ങളാരാ? ഞാനാരോ ആയിക്കോട്ടെ, അകത്തേക്ക് വരൂ. ആ സത്യം സ്വാതിക്ക് അറിയണ്ടേ? ലക്ഷ്മിയുടെ കഴുത്തില് ആരാ താലി ചാർത്തിയെന്ന സത്യം. അതെ, എനിക്കറിയണം. പക്ഷെ നിങ്ങളാരാ? എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അത് പറഞ്ഞില്ല. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും വേണ്ട. സത്യം ഞാൻ ബോധ്യപ്പെടുത്തി തരാം. വരൂ.
ശ്രീകുട്ടി ചേച്ചി എത്തിയോ? അപ്പൊ ഇത് ശരിക്കും എന്തോ വലിയ പ്ലാനിങ് തന്നെയാ. സത്യം പറഞ്ഞ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓ, ആ കൊച്ചിനെ കൂട്ടാൻ അരുണിന്റെ ഒരു ഉത്സാഹം കണ്ടില്ലേ? എന്നാ അതിപ്പോ തന്നെ അറിയണമല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നേരിട്ട് ചോദിച്ച അരുണൊന്നും പറയില്ല. വെറുതെ ഡ്രാമ കാണിച്ച് രക്ഷപ്പെടും. ആ, ഒരു വഴിയുണ്ട്. അമ്മയെ കൂട്ടിക്കൊണ്ടുവരണം. അതെ, അതാ നല്ലത്. കാര്യം എന്താന്ന് ഇപ്പൊ തന്നെ അറിയണല്ലോ. അമ്മ ചോദിച്ച അരുൺ സത്യം പറയും. അമ്മേ, അമ്മ വേഗം വന്നേ, ഒരു കാഴ്ച കാണിച്ചു തരാം. എന്താ ഐശ്വര്യ? അമ്മ വാ, ആ കാഴ്ച കണ്ട അമ്മ എല്ലാത്തിനും ഒരു തീർപ്പുണ്ടാക്കും. അമ്മ വന്നേ, വാ. എന്താ? ഇഷ്ടായോ? വാ അമ്മേ, ദേ നോക്ക്. അമ്മേ കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. സന്തോഷായോ? അങ്കിൾ എന്റെ അടുത്ത് വരുമ്പോ എനിക്ക് വലിയ സന്തോഷ. അമ്മ ഒന്ന് ചോദിക്ക്, ഇപ്പൊ തന്നെ അരുണോട് ചോദിക്ക്. ഈ കുട്ടിയോട് ഇത്രമാത്രം സ്നേഹം കാണിക്കുന്നത് എന്തിനാന്ന് ചോദിക്ക്. ചോദിക്കമ്മേ, അരുണിന്റെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചറിയണം അമ്മേ. എന്നാ നമുക്ക് പുറത്തു പോയാലോ? അമ്മേ കണ്ടോ, ആ സ്നേഹം കണ്ടോ, അച്ഛനെയും മോളെയും പോലെ. ചെന്ന് അരുണിനെ പിടിച്ച് നിർത്തമ്മേ വേഗം. അരുൺ ഈ മോളെ കൊഞ്ചിക്കല് കണ്ടിട്ടും അമ്മയ്ക്ക് ദേഷ്യമൊന്നും തോന്നുന്നില്ലേ? എന്താ? അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും അമ്മ കേട്ടില്ലേ? കേട്ടു. പിന്നെ അമ്മ എന്താ അരുണിനോട് ദേഷ്യപ്പെടാത്തെ? അരുണിന്റെ മനസ്സിൽ എന്താന്ന് ചോദിക്കാത്തത് എന്താ? ഞാൻ എന്ത് ചോദിക്കാനാ? ശ്രീകുട്ടി ഒരു കൊച്ചു കുഞ്ഞല്ലേ. ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോ ഏത് മനുഷ്യരാ അവരെ ഒന്ന് കൊഞ്ചിക്കാത്തെ? ലാളിക്കാനും ഓമനിക്കാനും സ്വന്തം കുഞ്ഞുണ്ടെങ്കിൽ അരുണെന്നല്ല ഏതൊരാളും മറ്റൊരു കുഞ്ഞിനെ തേടി പോവില്ല. ഓ, അപ്പൊ അമ്മ എന്നെ കൈവിട്ടു. എനിക്ക് മനസ്സിലായി. ഇപ്പൊ ശ്രീകുട്ടിയെ പിരിയുന്നതില് അമ്മയ്ക്ക് വിഷമമുണ്ട്. ഇപ്പോ അമ്മ അവളുടെ പ്രിയപ്പെട്ട മുത്തശ്ശിയായിരിക്കുക. ആയിക്കോട്ടെ, ഞാൻ ഒറ്റയ്ക്ക് മതി. ഇനി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇനി ശ്രീകുട്ടി ഈ വീട്ടില് പാടില്ല. അതിന് മറ്റു വഴികൾ തേടണം. കുഞ്ഞെന്ന് കരുതി ഒരു സിമ്പതിയും വേണ്ട. കടുത്ത തീരുമാനങ്ങൾ തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് എന്റെ ജീവിതം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് ആനന്ദേട്ട പറഞ്ഞാ മതിയല്ലോ. അല്ല, താൻ പറയണം. അത് നമ്മുടെ കമ്പനി ഇപ്പോ വളരെ തകർന്ന അവസ്ഥയിലാ. കമ്പനി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതെല്ലാവരുടെയും നിലനിൽപ്പാ. അഖി, നീ വരണം. കമ്പനിയുടെ ചുമതല ഏൽക്കണം. അത് പറയാനാ ഞങ്ങൾ വന്നേ. മോനെ, ഇതെല്ലാവരുടെയും കൂട്ടായ തീരുമാനമാണ്. എങ്ങനെയെങ്കിലും കമ്പനിയെ നമുക്ക് കരയാൻ. അച്ഛാ, നമ്മുടെ കമ്പനിയുടെ ഈ അവസ്ഥയില് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ
എന്റെ തീരുമാനത്തിന് ഇതുവരെയ്ക്ക് മാറ്റം വന്നിട്ടില്ല. അഖി, അങ്ങനെ പറയരുത്. നമ്മുടെ കുടുംബത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നം ഇത്. ഇത്ര നാള് ഞാൻ പറഞ്ഞത് അമ്മ ശ്യാമയെ വീട്ടിലേക്ക് വിളിച്ച ഞാനും വരുമെന്നാ. ഇപ്പൊ ഞാനത് തിരുത്തി. എനിക്കും ശ്യാമയ്ക്കും ഇനി ഞങ്ങളുടെ വഴി, അത് മതി. ഞാനും ശ്യാമയും ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ആലോചനയിലായിരുന്നു. എന്ത് തുടങ്ങണം, ഏത് ബിസിനസ് വേണമെന്നുള്ള കാര്യത്തില് ഇതുവരെ തീരുമാനമായില്ല. ഇപ്പോ അതിനൊരു ക്ലാരിറ്റി വന്നു. ഇനി സ്പൈസസിന്റെ ബിസിനസ്സാ ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത്. അതാണല്ലോ നമ്മുടെ കമ്പനി ചെയ്യുന്ന ബിസിനസ്. അതെ, അതുകൊണ്ട് ആ ബിസിനസ് തന്നെ ഞാനും ശ്യാമയും തുടങ്ങുന്ന. നിങ്ങളെല്ലാരും കൂടി വൈസ് ചെയർപേഴ്സൺ ആക്കി ഇരുത്തിയ ഐശ്വര്യയുടെ പിടിപ്പുകേട ആ കമ്പനിയുടെ തകർച്ചയ്ക്ക് കാരണം. ആ സ്ഥാനത്ത് നിന്നും നിങ്ങൾ പിടിച്ചിറക്കി വിട്ട ശ്യാമയില്ലേ, ആ ആളായിരിക്കും പുതിയ കമ്പനിയുടെ ചെയർപേഴ്സൺ. അവിടെ കമ്പനിയിലെ ഐശ്വര്യ തന്നെയാ ചെയർപേഴ്സൺ. ഞങ്ങളുടെ കമ്പനിയിൽ ആ സ്ഥാനത്ത് ശ്യാമ. ഏത് കമ്പനിയാ പുരോഗമിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ രണ്ടാളും കൂടി എന്നെ വെല്ലുവിളിക്കണം. അതെ, ഇതൊരു വെല്ലുവിളിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. ശരി, എന്നാൽ ഒടുവിൽ ആരാ ജയിക്കുന്നെന്ന് നമുക്ക് കാണാം. അതറിയാനൊന്നുമില്ല. ജയിക്കുന്നത് ഞാനും ശ്യാമയാ. ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നെന്ന് എനിക്കറിയാം. ആ അവള് വിചാരിച്ചാൽ ഈ വസുന്ധരെ തോൽപ്പിക്കാൻ പറ്റില്ല. നമുക്ക് കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ, അച്ചു, കണ്ണൂർക്ക് മോനെ, അച്ചു, അച്ചു.
മോനെ ദാ, കണ്ണൂർക്ക് മോനെ അച്ചു അച്ഛാ മോനെ ദാ. ഞാൻ എന്റെ കൈപ്പട ഒന്ന് അമർത്തിയ നിന്റെ ദുഷിച്ച കണ്ടഞരമ്പ് പൊട്ടി ഇപ്പൊ തന്നെ പരലോകം പോകാം. പക്ഷേ അവസാനമായി ഒരവസരം കൂടി ഞാൻ നിനക്ക് തരിക. മേലിൽ ഈ തൃപ്പങ്ങോട്ട് ദേശത്ത് കണ്ടുപോവരുതെന്നുള്ള വ്യവസ്ഥയിലും എന്റെയോ എന്റെ കൂടപ്പിറപ്പുകളുടെയോ വഴിയിൽ നിന്റെ ശപിക്കപ്പെട്ട നിഴൽ പോലും വീഴരുതെന്ന രണ്ടാം വ്യവസ്ഥയിലും നിനക്ക് പോകാം. അമ്മേ മോനെ രാധേ പ്രസാദേട്ടാ, എന്റെ മോൻ പേടിച്ചോടാ? സാരമില്ല കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കാശിനാഥൻ എന്റെ മകൻ. അടുത്ത വാ ചൂട്ടാ. അവനിനി ഒരിക്കലും നിങ്ങളെ ഇഷ്ടപ്പെടില്ല മേഘനാഥ. ഒരു കുറ്റവും ചെയ്യാത്ത ഈ പാവം കുട്ടിയെ കൊല്ലാൻ നോക്കിയതാ നിങ്ങള്. എനിക്ക് തെറ്റിപ്പോയി. സ്വന്തം മകനെ കൊല്ലാൻ ശ്രമിച്ച ദുഷ്ടനാ ഞാൻ. ഈശ്വര എന്നോട് ക്ഷമിക്കണമേ. മോനെ കാശിനാഥ, അച്ഛൻ അറിഞ്ഞില്ലടാ നീ എന്റെ മകനാണെന്ന്. മോനെ വാടാ കാശിനാഥ. പ്രസാദ് ഒന്നിങ്ങി വരൂ. പ്രസാദ് എനിക്ക് തെറ്റുപറ്റിപ്പോയി. അത് തിരുത്താനുള്ള സമയമില്ല. ഇനി ഒന്നും വേണ്ട എനിക്ക്, മരണം മാത്രം. അതിനു മുമ്പ് ഒരു കാര്യം മാത്രം. ഇന്നലെ വരെ നീ തന്നെയായിരുന്നു എന്റെ മകന്റെ അച്ഛൻ. നാളെ അങ്ങനെ തന്നെ ലോകം അറിയണം. പക്ഷെ അവസാനമായി ഒരു ഉരുള ചോറ് എനിക്ക് വേണ്ടി അവന്റെ കൈ കൊണ്ട് ബലിയർപ്പിക്കണം. അപേക്ഷ. എന്നാലേ എന്റെ ആത്മാവിന് മോക്ഷം കിട്ടും. മോനെ കാശിനാഥ, മോനെ കാശിനാഥ.
കാശി കാശിനാഥ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ റഹീമിനെ പഠിപ്പിക്കുന്നോളാ. എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തില്ല. എന്നെ ഒന്നും ചെയ്യരുത്. മര്യാദകേട് കാണിച്ചിട്ട് ചിരക്കുന്നോളാ. വേണ്ട വേണ്ട. നിങ്ങൾ എന്തേ കാണിക്കുന്നു? ഞാൻ നിരപരാധിയാ സാറേ. ഞാനൊന്നും ചെയ്തില്ല സാർ. അവനെ പിടിക്കൂ സാറേ. ഞാനല്ല, അയാളാണ്. സാർ, ഞാൻ പറയട്ടെ. ജയിലിനകത്ത് എല്ലാവരും കുറ്റവാളികൾ തന്നെയാ, സമ്മതിച്ചു. പക്ഷെ ഇതിനകത്തൊരു ഡിസിപ്ലിൻ ഉണ്ട്. അത് തെറ്റിക്കുന്നവനെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. സാർ, ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. അയാൾ ഇങ്ങോട്ടേക്ക് വന്ന് വഴക്കുണ്ടാക്കിയതാ. ഒരു കാരണമില്ലാതെ തന്റെ നേരെ വന്ന് വഴക്കുണ്ടാക്കാൻ അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. ഞാൻ സാറിനെ കാണാൻ വരികയായിരുന്നു. അപ്പോ അയാൾ എനിക്കെതിരെ വന്ന് എന്റെ ശരീരത്തിലിടിച്ച് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. എന്നിട്ട് ദൃക്സാക്ഷികളായ പോലീസുകാരും മറ്റു ജയിൽ പുള്ളികളും അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിരിക്കും സാർ. എന്ത് ഗൂഢാലോചന? താൻ ജയിലുദ്യോഗസ്ഥരുടെ നേരെ അനാവശ്യമായ ആരോപണം ഉന്നയിച്ചാലുണ്ടല്ലോ, തെറ്റ് ചെയ്തിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചാലുണ്ടല്ലോ. ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാർ, ഇയാൾ മനഃപൂർവ്വം പറയുന്നതാണ് സാർ. ഇയാളെന്തോ മുൻവൈരാഗ്യം തീർക്കുന്നത് പോലെ ആ റഹീമിനോട് ചെന്ന് വഴക്കുണ്ടാക്കുകയായിരുന്നു. സാർ, അങ്ങനെയല്ല സാർ. താൻ ഇനി ഒരു അക്ഷരം സംസാരിക്കരുത്. ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്നോ? വിചാരണ തടവുകാരനായ തനിക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ജയിലിനകത്ത് പ്രകോപനപരമായി പെരുമാറുകയും മറ്റൊരാളെ കൊല്ലാനുമാണ് താൻ ശ്രമിച്ചത്. സാർ, അതുകൊണ്ട് തനിക്ക് അനുവദിച്ച ഈ ജാമ്യ ഹർജി ക്യാൻസൽ ചെയ്യാതെ എനിക്ക് വേറെ വഴിയില്ല. തനിക്ക് പോകാം. സാർ, അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് സാർ. നാളെ എന്റെ മകളുടെ കല്യാണമാണ്. സാർ, ദയവായി എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ മകളെയും അവളെ താലി ചാർത്തുന്ന പുരുഷനെയും അനുഗ്രഹിക്കേണ്ടത് ഒരച്ഛനെന്ന നിലയിൽ എന്റെ കടമയാണ്. താൻ എന്ത് പറഞ്ഞാലും എത്ര പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്താലും തന്നെ വിടാൻ നിയമം അനുവദിക്കുന്നില്ല. സാർ, എല്ലാം കൊണ്ട് തകർന്നു പോയ അച്ഛനാണ് സാർ ഞാൻ. താൻ തകർന്നു പോയിട്ടുണ്ടെങ്കിലേ അതിന്റെ ഉത്തരവാദി താൻ തന്നെയാണ്, ഞങ്ങളാരുമല്ല. സ്വന്തം മകളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വിവാഹത്തലേന്ന് താൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുമായിരുന്നോ? അപ്പോ താൻ ചെയ്ത തെറ്റിന് താൻ തന്നെ ശിക്ഷ അനുഭവിക്കണം. സാർ, ഒരച്ഛന്റെ വേദന സാർ മനസ്സിലാക്കണം. എന്റെ മകളുടെ കൈ പിടിച്ച് മറ്റൊരാളുടെ കൈകളിൽ കൊടുക്കാൻ ഞാനുണ്ടാവണം. സാർ, എന്നെ ഒന്നും പോകാൻ അനുവദിക്കണം. എടോ, തടവ് പുള്ളികളായ ക്രിമിനലുകളുടെ മുമ്പിൽ അലിയാൻ പാകത്തിലുള്ള മഞ്ഞുകട്ടയല്ല എന്റെ മനസ്സ്. ഇതിനകത്ത് കയറിയതോടെ മനസ്സൊരു കരിങ്കല്ലായി മാറി. അങ്ങനെ മാറ്റി. സാർ, മകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയൊരച്ഛനാണ് ഞാൻ. ഈ കല്യാണത്തിലെങ്കിലും പങ്കെടുക്കാൻ സാർ എന്നെ ഒന്ന് അനുവദിക്കണം. പിടിച്ചോണ്ട് പോടോ. സാർ, പ്ലീസ്. സാർ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താണ്? അല്ല, ഇപ്പോ മുത്തശ്ശി നന്ദിനടുത്തും ഫ്രീയ. ഇത്തിരി കഴിയുമ്പോ തിരക്കാവും. ഇപ്പൊ തന്നെ കാശിന്റെ കാര്യം ചോദിക്കാം. ശരി, ചോദിക്കാം. അതെ, ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. മോളെ നന്ദിനി,
നന്ദിനി ഇങ്ങ് വന്നേ. എന്താ അമ്മേ? ഇവർക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന്. അതെ, എന്താ പണിക്കരെ? ഹൽദിക്കുമ്പോ പണം തരാന്നാ പറഞ്ഞിരുന്നേ. ഇപ്പൊ ഹൽദി കഴിഞ്ഞു. 1.5 കോടി രൂപ മീനാക്ഷിക്ക് സമ്മാനമായി തരാമെന്നാ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതെ അതെ. അതിൽ 1 കോടി രൂപ നന്ദിനി ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് ഞാൻ എടുത്ത 50 ലക്ഷം കൂടി ഇപ്പൊ നന്ദിനിയുടെ ബാഗിലേക്ക് ഞങ്ങൾ വയ്ക്കും. പണം വാങ്ങി ഇന്ന് തന്നെ ബാങ്കിലേക്ക് ഇട്ടേക്കാം, അല്ലടാ? പണം കയ്യിൽ വെച്ചോണ്ടിരിക്കരുത്. മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്റെ കയ്യിൽ തന്ന ഞാൻ തന്നെ അതുകൊണ്ട് പോയി ബാങ്കിൽ ഇട്ടോളാം. അതുപോലെ അത് മതി. പക്ഷേ വേവോളം കാത്ത സ്ഥിതിക്ക് ഇനി 6 ഓളം കാക്ക. നാളെ കല്യാണ പന്തലിൽ വെച്ച് താലി കെട്ടുന്നതിന് മുമ്പായി പണം കൈമാറാം. അതാണ് അതിന്റെ ന്യായം. പണം ഇവിടെ ഇരിക്കല്ലേ, പിന്നെ എന്തിനു പേടിക്കണം? കാര്യങ്ങൾ കൈവിട്ടു പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ, മൈഥിലി പുറത്തു പോയല്ലോ. അതും പ്രശ്നമാവുമല്ലോ. എടാ, ഞാൻ ആരും കാണാതെ പുറത്തെത്തി. ടാക്സിയിലേക്ക് കയറാൻ തുടങ്ങുക. നീ എത്രയും വേഗം പണവും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങ്. എന്റെ മൈഥിലി, ഞാൻ പറയുന്നു, നീ ഒന്ന് കേക്ക്. എന്താടാ? അവര് പണം തന്നില്ല. താലി കെട്ടിന് മുന്നേ പണം തരാന്ന്. നാളെ താലി കെട്ടി കഴിഞ്ഞു തരാന്ന് പറഞ്ഞാലോ? നീ അവളെ കെട്ടണ്ടേ? ചുറ്റിയല്ലോടി. ദൈവമേ, ഇനി എന്ത് ചെയ്യും? നീ എന്തായാലും വേഗം തിരിച്ചു വാ. എത്ര പേരുടെ കണ്ണ് വെട്ടിക്കണം തിരികെ നാത്തു കയറാൻ. ഇത് വല്ലാത്തൊരു പൊല്ലാപ്പാണല്ലോ ദൈവമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.